പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ഉള്ള സംശയമാണ്, നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ്. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസ് എല്ലാം ആദ്യം നമുക്ക് തുടങ്ങാം. ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിന് മുന്നുള്ള സാങ്ഷൻ തൊട്ട് തന്നെ തുടങ്ങാം. അതായത് ഒരു പുതിയതായിട്ടൊരു ഇൻഡസ്ട്രി, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാവട്ടെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ആവട്ടെ, എന്തൊരു സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേയും നമുക്ക് കുറച്ച് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൺസ്ട്രക്ഷനൊക്കെ മുന്നേ ആയിട്ട് കൺസെൻറ്റ് നേടിയെടുക്കുക എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി തുടങ്ങുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. സോ ഇതിനെല്ലാം നമുക്ക് ഈ വന്നിരിക്കുന്ന ഇൻഡസ്ട്രി നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടും പൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവുമോ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന് വല്ല കേടുപാടുകളും ഉണ്ടാവും, കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്തം. പിന്നെ മാത്രമല്ല പല ലോസ് നമുക്കുണ്ട്. വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ലോസ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ലോസ് ഉണ്ട്. ഇതെല്ലാം പ്രോപ്പർലി അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ പോയി ഇൻസ്പെക്ഷൻ നടത്തുക എന്നുള്ളതാണ്. അത് ഈ ഇൻഡസ്ട്രീസ് നിൽക്കുന്ന ഫീൽഡിൽ പോയി മാനുവലി പോയി ഇൻസ്പെക്ഷൻ നടത്തി ചിലപ്പോൾ അവിടുത്തെ വാട്ടർ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള പലതരം ടെസ്റ്റുകളൊക്കെ നടത്തുക എന്നുള്ളതും ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൺസേൺ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. അതായത് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നതിന് മുമ്പേ കൺസെൻറ്റ് നേടിയെടുക്കുന്ന സമയത്ത് പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നതും അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെയായിരിക്കും. പിന്നെ എൻവയോൺമെൻറ്റൽ ലോസ്, നമ്മുടെ നിലനിൽക്കുന്ന പല എൻവയോൺമെൻറ്റൽ ലോസും എൻഫോഴ്സ് ചെയ്തെടുക്കുക എന്നുള്ളതും നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. പിന്നെ ടെക്നിക്കലി ഇവാലുവേഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് എഴുതുക, അങ്ങനെ കുറച്ച് മിസ്സലേനിയസ് ഡ്യൂട്ടീസും ഉണ്ട്. പിന്നെ പബ്ലിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ് അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുക, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് കാത്തു സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് സംഭവിക്കും ഇപ്പം നമ്മൾ എൻവയോൺമെൻറ്റിനെ സൂക്ഷിച്ചില്ലെങ്കിൽ, അങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാംസ്, പിന്നെ അങ്ങനെയുള്ള വർക്കും എല്ലാം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ഡ്യൂട്ടീസിനകത്ത് വരുന്നതാണ്. സോ ഇത്തരത്തിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റും അതിനോടൊപ്പം തന്നെ നടത്തുക എന്ന ഉത്തരവാദിത്തമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന് ഈ ഒരു റോളിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ജോബായിരിക്കും ഇതല്ലേ. അത് അത്യാവശ്യം നമുക്ക് ഒത്തിരി ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോബൊന്നും അല്ല. നമ്മുടെ പല ഇൻഡസ്ട്രീസും, അത് നമുക്ക് വളർന്നു വരുന്ന പല ഇൻഡസ്ട്രീസും മനസ്സിലാക്കാനും പുതിയ അറിവുകൾ നേടാനും ഒക്കെ ഒരുപാട് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസുമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എയ്ക്ക് ഉള്ളത്. അപ്പം നിങ്ങളും ഈ ഒരു ജോബിന് വേണ്ടി പരിശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ ഭാവിയിൽ കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സോ ഒരു മികച്ച അവസരമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമുക്കും പഠിച്ചു തുടങ്ങാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പോസ്റ്റിലേക്ക്. അസിസ്റ്റന്റ് എഞ്ചിനീയർ PCBയിലേക്കുള്ള കോഴ്സ് നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി കോൾ ഓർ വാട്സാപ്പ്.